കാമന ഭാഗം 7 എഴുതിയത് സൂര്യകാന്തി. എന്നിട്ടും നീ എന്നോട് പറഞ്ഞില്ല. അവിശ്വസനീയതയും പരിഭവവും ഒക്കെ ഉണ്ടായിരുന്നു ജാനിയുടെ മുഖത്ത്. അതിനെന്ത് മറുപടി പറയണമെന്ന് ആരതിക്കും അറിയില്ല. നരേന്റെ ആ ചോദ്യവും ഭാവവും ഒക്കെ കണ്ടൊരു ഭയം തോന്നിയിരുന്നു ആരതിയുടെ ഉള്ളിൽ. ജാനിയെ ഓർത്ത്. അതുകൊണ്ട് തന്നെയാണ് പറയാതിരുന്നത്. ജാനിയോടുള്ള പക ഒരു മാത്ര നരേന്റെ മുഖത്ത് മിന്നിമാഞ്ഞത് ആരതി കണ്ടതുപോലെ. അങ്ങനെയൊന്നും ആവരുതേ എന്ന് ആത്മാർത്ഥമായൊരു നിമിഷം പ്രാർത്ഥിച്ചു പോയിരുന്നവൾ. പറയാതിരുന്നത് തന്നെയാണ് ജാനി, നീ ഭയപ്പെടുമെന്ന് തോന്നിയിട്ട്. ജാനി സംശയത്തോടെ അന്ന് അവളെ നോക്കി. നരേൻ ഇവിടെ വന്ന് ചാർജ് എടുത്തതിന് ശേഷം ആളെപ്പറ്റി പല കഥകളും കോളനിയിൽ പടരുന്നുണ്ട്. ജാനിക്ക് തന്റെ നെഞ്ചിടിപ്പ് വർദ്ധിക്കുന്നത് പോലെ തോന്നി. കേട്ടതൊന്നും അത്ര നല്ലതല്ല ജാനി. ഒട്ടും മനുഷ്യപ്പറ്റില്ലാത്ത സ്വഭാവമാണെന്ന്. കൈക്കൂലിയും വാങ്ങും. പകവെച്ച് പെരുമാറുന്ന സ്വഭാവമായതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ അയാളോട് മുട്ടാൻ ഒരുവിധം എല്ലാവർക്കും തന്നെ പേടിയാണത്രേ. അയാളുടെ മേലധികാരികൾക്ക് പോലും തലവേദനയാണ് നരേൻ ചന്ദ്രശേഖർ. ഈ ചന്ദ്രശേഖർ എവിടുന്ന് വന്നു? അയാളുടെ അച്ഛന്റെ, അതായത് നിന്റെ മാമന്റെ പേര് നാരായണനെന്നോ മറ്റോ അല്ലേ? പൊടുന്നനെ ജാനി അത് ചോദിച്ചതും ആരതി അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അല്ലടി, അയാളുടെ നെയിം പ്ലേറ്റിൽ ആ പേര് കണ്ടപ്പോൾ മുതലുള്ള സംശയമാണ്. അച്ഛന്റെ പേര് നാരായണനെന്ന് തന്നെയായിരുന്നു. ഈ ചന്ദ്രശേഖർ എവിടെ നിന്ന് വന്നു എന്നൊന്നും എനിക്കറിയില്ല. അന്ന് കോളനിയിലെ ശ്യാമള ചേച്ചിയുടെ തലക്കടിച്ച് മാല കവർന്ന കേസിലല്ലേ അയാളെ പോലീസ് കൊണ്ടുപോയത്? ആ ആളെങ്ങനെ പിന്നെ ഒരു പോലീസ് ഓഫീസറായി? അന്ന് നരേട്ടനെ പോലീസ് കൊണ്ടുപോയതിൽ പിന്നെ ആർക്കും ആളെപ്പറ്റി ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. അല്ല, അന്വേഷിക്കാനൊന്നും ആർക്കും താല്പര്യവുമില്ലായിരുന്നു. മാമന് മരിച്ചതോടെ അങ്ങനെ ഒരാളെ പിന്നെ എല്ലാവരും മറന്നു കളഞ്ഞിരുന്നു. അച്ഛൻ മരിച്ചപ്പോഴും അയാളെ ആരും അന്വേഷിച്ചില്ലേ? ഇല്ലടി, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അച്ഛനോടും മകനോടും ആർക്കും താല്പര്യമില്ലായിരുന്നു. പിന്നെയാ. ജാനിക്ക് അത് കേട്ടപ്പോൾ ഒരു മാത്രം എന്തോ ഒരു വല്ലായ്മ തോന്നി. ജാനി. ആരതി പെട്ടെന്ന് കൈ പിടിച്ചതും ജാനി അവളെ പകച്ചു നോക്കി. നീ സൂക്ഷിക്കണം. ജാനി എപ്പോഴും എന്താണെന്ന മട്ടിൽ നോക്കുകയാണ്. നരേട്ടന് നിന്നോട് പകയുണ്ട്. ജാനിയുടെ ഉള്ളൊന്ന് വിറച്ചത് ആരതി ആ നിമിഷം അവളുടെ മുഖത്ത് കണ്ടു. നിന്നോട് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? അവളുടെ ശബ്ദവും പതറിയിരുന്നു. അത് നേരിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷേ ആരതി തന്നോട് നരേൻ ജാനകിയെ പറ്റി ചോദിച്ചത് അങ്ങനെ തന്നെ പറഞ്ഞു. ഇനിയും മറച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് അവൾക്കപ്പോൾ തോന്നി. എന്നോട് പക തോന്നാൻ ഞാൻ ഇല്ലാത്തതൊന്നും പറഞ്ഞില്ലല്ലോ ആരോ. ഞാൻ കണ്ടതല്ലേ പറഞ്ഞുള്ളൂ. സ്വയം എന്നതുപോലെയാണവൾ പറയുന്നത്. ശരിക്കും നീ കണ്ടിരുന്നോ എന്ന് ഒരിക്കൽ കൂടി ചോദിക്കാൻ ആരതിക്ക് തോന്നിയില്ല. അക്കാലത്തൊക്കെ അവൾ വിഷ്ണുവിന്റെയും അവന്റെ കൂട്ടുകാരുടെയും നിയന്ത്രണത്തിലായിരുന്നുവെന്ന് ആരതിക്കും അറിയാം. പൊതുവെ കോളനിയിലെ പിള്ളേരോട് അവർക്കൊക്കെ പുച്ഛവും ദേഷ്യവുമായിരുന്നുവെങ്കിലും അവരെ വകവയ്ക്കാതിരുന്ന നരേൻ അവരുടെ ശത്രു തന്നെയായിരുന്നു. അവരന്ന് ജാനിയെ തെറ്റിദ്ധരിപ്പിച്ചോ എന്ന് ആരതിക്കിപ്പോഴും സംശയം തന്നെയാണ്. പക്ഷെ ആര് പറഞ്ഞിട്ടായാലും മനഃപൂർവ്വം നരേനെ കൊടുക്കാൻ വേണ്ടി ജാനി കള്ളം പറയില്ലെന്നും ആരതിക്കറിയാം. കാരണം അവളുടെ അച്ഛനെ പോലെ സഹജീവികളോട് മനുഷ്യത്വവും കരുണയുമൊക്കെയുള്ള സ്വഭാവമാണ് ജാനിക്ക്. അത് ആരതിക്ക് അനുഭവത്തിലൂടെ അറിയാവുന്നതാണ്. എന്നാൽ നരേൻ കള്ളം ചെയ്യില്ലെന്ന് മനസ്സെപ്പോഴും പറഞ്ഞിരുന്നു. എത്ര കഷ്ടപ്പെട്ടിട്ടായാലും പഠിച്ചൊരു നല്ല ജോലി വാങ്ങി തന്നെ പരിഹസിക്കുന്നവർക്ക് മുമ്പിൽ നിവർന്നു നിൽക്കണമെന്നായിരുന്നു അവന്റെ ഏറ്റവും വലിയ ആശയെന്ന്
തന്റെ അമ്മയോട് എത്രയോ തവണ പറഞ്ഞിട്ടുണ്ടയാൾ. ഈ ലോകത്ത് നരേൻ എന്നൊരു മനുഷ്യജീവിയെ ഓർത്ത് വേദനിച്ചിരുന്ന ഒരേ ഒരാൾ തന്റെ അമ്മയായിരുന്നു. പക്ഷേ അമ്മ നിസ്സഹായയുമായിരുന്നു, അച്ഛനെ എതിർത്ത് ഒന്നും ചെയ്യാനാവാതെ, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ. മാമൻ മരിച്ചപ്പോഴും നരേനെ ഒന്ന് അറിയിക്കണമെന്ന് പറഞ്ഞ് പലരുടെയും കാല് പിടിച്ചിരുന്നു ആ പാവം. നരേന് പക്ഷെ അച്ഛനോട് അങ്ങനെയൊരു മമതയുണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ അറിയില്ല. ഇല്ലെന്ന് പറഞ്ഞാലും ഒരു തെറ്റുമില്ല. കാരണം അച്ഛന്റെ കടമകൾ ഒന്നുപോലും നിറവേറ്റാത്ത മനുഷ്യനായിരുന്നു അയാൾ. നരേൻ കോളനിയിൽ വന്നുവെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതെന്തിനായിരുന്നു എന്നറിയുവോ? ജാനിയുടെ മനസ്സിൽ ഭയം പടർന്നു തുടങ്ങിയിരുന്നു. രാജുവേട്ടനെ അറസ്റ്റ് ചെയ്യാൻ. രാജുവേട്ടൻ എന്ന് പറയുമ്പോൾ? അത് തന്നെ, ശ്യാമളേച്ചിയുടെ മകൻ രാജു. പക്ഷെ അയാൾ അങ്ങനെ പ്രശ്നക്കാരനൊന്നുമല്ലല്ലോ. തിരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ച് ജയിച്ചതല്ലേ അയാൾ. പണ്ട് കുറച്ച് തല്ലുകൊള്ളിത്തരമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നെ മൂപ്പരങ്ങ് നന്നായി. ജോലിക്കൊക്കെ പോയി തുടങ്ങി, ഒപ്പം രാഷ്ട്രീയവും. കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ എക്സ്ട്രാ ഡീസന്റുമായി. എന്നിട്ടെങ്ങനെ, രാഷ്ട്രീയ പ്രശ്നം വല്ലതുമാണോ? അല്ല, ആളുടെ വണ്ടിയിൽ നിന്നും കഞ്ചാവ് പിടിച്ചതാണ്. ജാനി അന്തം വിട്ട് അവളെ നോക്കി. അവിടെ അത്യാവശ്യം അറിയപ്പെടുന്നൊരു പ്രാദേശിക നേതാവാണ് രാജു. ഇനി എതിർ പാർട്ടിക്കാരുടെ ചതി വല്ലതുമാണോ? അല്ലെന്നാണ് പറയുന്നത്. പിന്നെ? ആരതിയുടെ ഭാവത്തിൽ ഇത്തവണ ജാനിയുടെ ശബ്ദം ശരിക്കും വിറച്ചിരുന്നു. നരേൻ, അയാൾ കുടുക്കിയതാണെന്നാണ് പറയുന്നത്. പക്ഷേ ശ്യാമള ചേച്ചിയെ ഉപദ്രവിച്ച് മാല മോഷ്ടിച്ച നരേൻ എന്തിന് അവരുടെ മകനെ കേസിൽ കൊടുക്കണം? ജാനി, എനിക്കെന്തോ നരേട്ടന്റെ ഈ തിരിച്ചുവരവ് അത്ര നല്ലതായി തോന്നുന്നില്ല. കോളനിക്കാരോടും ആളുടെ പെരുമാറ്റം അത്ര സൗമ്യമൊന്നുമായിരുന്നില്ല. നീ സൂക്ഷിക്കണം. ജാനി 1-2 നിമിഷങ്ങൾ ഒന്നും മിണ്ടിയില്ല. പിന്നെ അവൾ പൊള്ളയായി ഒന്ന് ചിരിച്ചു. ഞാൻ എന്ത് ചെയ്തിട്ടാ? ആർക്കും മനഃപൂർവ്വം ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. ദയനീയമായിരുന്നു അവളുടെ ഭാവം. ആരതിക്ക് പാവം തോന്നി. നന്നായി ഭയന്നിട്ടുണ്ട്. രോഗിയായി തളർന്നുപോയ അച്ഛനും തങ്ങളുടെ പതനം ഇപ്പോഴും മനസ്സുകൊണ്ട് അംഗീകരിക്കാത്ത അമ്മയും ഒരു കരയ്ക്കെത്താത്ത കൂടപ്പിറപ്പുകളും അതിനൊപ്പം എടുത്താൽ പൊങ്ങാത്ത കടവും ബാധ്യതകളുമാണിപ്പോൾ അവളുടെ സമ്പാദ്യം. ആരും ഒരു തുണയായി ഉണ്ടെന്ന് പറയാനാവില്ല. ജാനി, ഞാനൊരു കാര്യം പറയട്ടെ? ഒന്നും മിണ്ടാതെ മുഖവും താഴ്ത്തിപ്പിടിച്ച് നടക്കുന്നവളോടായി വീണ്ടും ചോദിച്ചു ആരതി. എന്താണെന്ന ഭാവത്തിൽ നോക്കുന്നുണ്ട്. നിനക്ക് നന്ദേട്ടനോട് തുറന്നു സംസാരിച്ചൂടെ? ജാനകിയുടെ അധരങ്ങളിൽ വരണ്ടൊരു ചിരി മിന്നി. എന്താണ് ഞാൻ ചോദിക്കേണ്ടത്? എന്നെ വിവാഹം കഴിക്കുമെന്നോ? അത് അങ്ങനെയല്ല. നന്ദേട്ടൻ എന്നെ ഇഷ്ടമാണെന്ന് പോലും ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല ആരും. ജാനി ചിരിച്ചു. ഇനി അഥവാ പറഞ്ഞാൽ തന്നെ പുഷ്പാമ്മ ഒരിക്കലും സമ്മതിക്കില്ല. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരേയൊരു മകന്റെ തലയിൽ ഇത്രയും പ്രാരാബ്ദം കയറ്റാൻ ആരെങ്കിലും സമ്മതിക്കുമോ? അപ്പോൾ നിങ്ങൾ? ആരുവിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആരും തുണയില്ലെങ്കിലും നന്ദൻ മാഷ് ജാനകിയെ കൈയൊഴിയില്ലെന്ന് അവൾ വിശ്വസിച്ചിരുന്നു. അത്രയ്ക്കിഷ്ടമായിരുന്നു ജാനിക്ക് അയാളെ. തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും തിരിച്ചും ആ ഇഷ്ടമുണ്ടെന്ന് ആരതിക്ക് പോലും മനസ്സിലായതാണ്. ജാനിയുടെ കൂടെ നിഴൽ പോലെ ഉള്ളത് അവളായിരുന്നല്ലോ. അതിനെപ്പറ്റിയൊന്നും ഞാനിപ്പോൾ ആലോചിക്കുന്നില്ല ആരും. മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലാണിപ്പോൾ ഞങ്ങളുടെ കുടുംബം. എങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന് മാത്രമാണ് എൻ്റെ ചിന്ത. ഒരു മാത്ര കഴിഞ്ഞാണ് ജാനി ബാക്കി കൂടെ പറഞ്ഞത്. അതിനൊപ്പം നരേനെ പോലെ ഒരാളെ നേരിടാനുള്ള ത്രാണിയൊന്നും എനിക്കില്ല. തകർന്നു പോകും ഞങ്ങൾ. അത് ആരതിക്കും അറിയാം. അത്രയ്ക്കൊന്നും മനക്കരുത്തുള്ള കൂട്ടത്തിലല്ല ജാനകി. സമ്പത്തിന്റെ മടിത്തട്ടിൽ അച്ഛന്റെ സംരക്ഷണത്തിൽ വളർന്നവർക്ക്
അതെല്ലാം നഷ്ടമായിട്ട് ഏറെ കാലമായിട്ടില്ല. അത് തന്നെ അവൾ ഉൾക്കൊണ്ടു വരുന്നേയുള്ളൂ. നന്ദ, ഞാൻ പറഞ്ഞ കാര്യം നീ അന്വേഷിച്ചോ? വല്ലാത്തൊരു തിടുക്കമുണ്ടായിരുന്നു വിഷ്ണുവിന്റെ വാക്കുകളിൽ. വിഷ്ണു, നരേന്റെ ഇങ്ങോട്ടുള്ള വരവ് യാദൃശ്ചികമൊന്നുമല്ല. തീരുമാനിച്ചുറപ്പിച്ചു തന്നെയാണ് അവൻ വന്നിരിക്കുന്നത്. വെറുമൊരു എസ് ആണെങ്കിലും അവനുള്ള ഹോൾഡ് അത്ര ചെറുതുമല്ല. ആരാണ് അവന്റെ പിറകിലെന്നും അറിയില്ല. അവനെ തൊടാൻ പോലും പറ്റില്ലെന്നാണ് അമ്മാവൻ പറയുന്നത്. രാജുവിന്റെ കാര്യം തന്നെ കണ്ടില്ലേ? പാർട്ടിക്കാർ ഇടപെട്ടിട്ട് പോലും അവൻ അയഞ്ഞിട്ടില്ല. നന്ദ, നമ്മളെക്കാൾ പക അവന് ജാനിയോടായിരിക്കും. അവളെ എനിക്ക് ഓർക്കാൻ കൂടെ വയ്യടാ. വിഷ്ണുവിന്റെ ശബ്ദമിടറി. ജാനിയുടെ പേര് കേട്ടതും നന്ദന് തന്റെ ഇടനെഞ്ചിൽ എന്തോ ഭാരം വന്നു പതിച്ചതുപോലെ തോന്നുന്നുണ്ടായിരുന്നു.